തൊഴിലാളികൾക്ക് അർഹതപ്പെട്ടതും ന്യായവുമായ ഇപിഎഫ് പെൻഷൻ കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്ന് കേരള പ്രോവിഡന്റ് ഫണ്ട് മെമ്പേഴ്സ് ആൻഡ് പെൻഷനേഴ്സ് സംസ്ഥാന സമ്മേളനം. സംസ്ഥാന പ്രസിഡന്റ് കെ.ടി. അരവിന്ദാക്ഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള പ്രോവിഡന്റ് ഫണ്ട് മെമ്പേഴ്സ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദാക്ഷൻ കെ.ടി. ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ജോലി ചെയ്ത തൊഴിലാളികൾക്ക് ജീവിത സായാഹ്നത്തിൽ പ്രയാസമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പെൻഷൻ പദ്ധതിയാണ് ഇപിഎഫ് ഓർഗനൈസേഷൻ എന്ന വസ്തുത മനസ്സിലാക്കാതെയാണ് ഇപ്പോഴത്തെ അധികാരികൾ പ്രവർത്തിക്കുന്നതെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ കാലത്ത് ജീവിക്കുവാൻ മിനിമം പെൻഷൻ 10,000 രൂപയെങ്കിലും അനുവദിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 10, 25, 30, 35 കൊല്ലം ഒരു തൊഴിലാളി ആ തൊഴിലാളിയുടെ നല്ല കാലം മുഴുവൻ ജോലി ചെയ്തിട്ട് സായാഹ്നകാലത്ത് ബുദ്ധിമുട്ടില്ലാതെ പ്രയാസമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി ഒരു പെൻഷൻ പദ്ധതി ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 1995 നവംബർ 16 പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഒരു തൊഴിലാളി ഒരു മാസം മുഴുവൻ ജോലി ചെയ്താൽ ആ മൊത്തം വേതനത്തിന്റെ 24% ഇപിഎഫിലേക്ക് അടയ്ക്കുന്നത്. അതിൽ 12% തൊഴിലാളിയും 12% മുതലാളിയും. ആ മൊത്തം പി എഫിൽ അടയ്ക്കുന്നതിന്റെ 8.33% ഇപിഎഫിന്റെ പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കുകയാണ്. ആ 8.33% തൊഴിലാളിയുടെ വേതനം തന്നെയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ.കെ. വേലായുധൻ അധ്യക്ഷനായിരുന്നു. ദേശീയ ജനസമ്പർക്ക വേദി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ടി.എം. രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ മഞ്ചേരി, അഷ്റഫ് ചേരാട്ട്, പി. അനിൽ ബാബു, ഉസ്മാൻ കടവത്ത്, ഇ. ബാലകൃഷ്ണൻ, കെ. ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകാമെന്ന വാഗ്ദാനം ചെയ്ത റിട്ടയർമെന്റ് ആനുകൂല്യം നൽകാതെ